വചനമൊഴി ജൂൺ 11. വചനഭാഗം 1 കോറിന്തോസ് 11:31-34, മത്തായിയുടെ സുവിശേഷം 13:31-35. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അവരോട് വേറൊരു ഉപമ പറഞ്ഞു. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യം. അതെല്ലാ വിത്തിനെയും കാൾ ചെറുതാണ്, എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളെക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിന്റെ ശിഖരങ്ങളിൽ ചേക്കാറാൻ തക്കവിധം മരമായി തീരുന്നു. മറ്റൊരു ഉപമ അവൻ അവരോട് അരുൾ ചെയ്തു. 3 അളവ് മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിമാവിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. ഇവയെല്ലാം ഉപമകൾ വഴിയാണ് ഈശോ ജനക്കൂട്ടത്തോട് പറഞ്ഞത്. ഉപമകളിലൂടെയല്ലാതെ അവനൊന്നും അവരോട് പറഞ്ഞിരുന്നില്ല. ഞാൻ ഉപമകൾ വഴി സംസാരിക്കും. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തും എന്ന് പ്രവാചകനിലൂടെ പറയപ്പെട്ടത് പൂർത്തിയാകാനായിരുന്നു ഇത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുവചനത്തിൽ 2 ചെറിയ ഉപമകളാണ് നാം കാണുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വ്യത്യസ്തമായ ഉപമകളിലൂടെ ഈശോ സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. ഇന്ന് നാം ശ്രവിച്ച ഉപമകളിൽ ഒന്നാമത് കടുക് മണിയുടെ ഉപമയാണ്. കടുകുമണി ചെറിയ വിത്താണ് എങ്കിലും അത് വളർന്ന് പക്ഷികൾക്ക് ചേക്കേറാൻ തക്കവിധം മരമായി മാറുന്നു എന്നാണ് ഈശോ പറയുന്നത്. പാലസ്തീനായുടെ പശ്ചാത്തലം, മരുഭൂമിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൂടി വേണം നമ്മൾ ഈ ഉപമ മനസ്സിലാക്കുവാൻ. കടുക് മണി തീരെ ചെറുതാണ്, അത് വളർന്ന് മരമായി മാറുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കടുക് ചെടികൾ തീരെ ചെറിയ ചെടികളായിട്ട് നിൽക്കുന്നതാണ് എങ്കിൽ പലസ്തീനയിലൊക്കെ മസ്റ്റാർഡ് കടുക് ചെടികള് കുറ്റിച്ചെടികളായിട്ട് അല്പം വളർന്നു നിൽക്കുന്നതാണ്. പക്ഷികൾക്ക് കൂടുകൂട്ടുവാൻ തക്കവിധം വളർന്നു നിൽക്കുന്ന ചെടികളാണ്. വലിയ മരങ്ങളായി മാറുമെന്നല്ല, മറിച്ച് പക്ഷികൾക്ക് കൂടുകൂട്ടുവാൻ തക്കവിധം മരങ്ങളായി മാറുന്നു എന്ന് ഈശോ പറഞ്ഞത്. അപ്പോൾ ചെറിയ വിത്തായിട്ട് ചെറുതായിട്ട് തുടങ്ങി പക്ഷികൾക്ക്, ആകാശപ്പറവകൾക്ക് ആശ്രയമായി മാറുന്ന ആ വൃക്ഷം പോലെ ഈശോയിലൂടെ പ്രഘോഷിക്കപ്പെട്ട സ്വർഗരാജ്യം വളർന്ന് എല്ലാവർക്കും ആശ്രയമായി മാറുമെന്നുള്ള സന്ദേശമാണ്. അതുപോലെ തന്നെ പുളിമാവ് മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ സ്വർഗരാജ്യം, ഈശോ മിശിഹാ പ്രഘോഷിച്ച സ്വർഗരാജ്യം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നുള്ള സന്ദേശമാണ് ഈ 2 ഉപമകളിലൂടെ നൽകുന്നത്. സ്വർഗരാജ്യം നേടുവാൻ തക്കവിധം ഈ ഭൂമിയിൽ മിശിഹായോട് ചേർന്ന് ജീവിക്കണമെന്നാണ്. ഈശോയുടെ വചനങ്ങൾ സ്വീകരിച്ച് അവിടുത്തെ സ്നേഹത്തിൽ ജീവിക്കണമെന്നാണ് ഈശോയുടെ പഠിപ്പിക്കലുകളുടെ എല്ലാം രത്നച്ചുരുക്കം. മിശിഹായെ ജീവിതത്തിലൂടെ അനുകരിക്കുന്നവരായി മാറുവാൻ, സ്വർഗരാജ്യ പ്രാപ്തിക്ക് ചേരുന്ന വിധത്തിൽ ഈ ഭൂമിയിലെ ജീവിതം നയിക്കുവാൻ നമുക്ക് ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.